അവിടെ മാപ്പ് പറഞ്ഞു എന്ന് പറയുന്നതിനോടൊരു അർത്ഥമില്ല. അവരുടെ മനോവധയിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ, അത് അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ട് ആരോ എല്ലാ സ്ഥലത്തും വാർത്ത കൊടുത്തത് ഞാൻ വാർത്ത കൊടുത്തിട്ടില്ല. അപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ട് കൊടുത്ത വാർത്തയിൽ ക്ലിയർ ചെയ്യേണ്ടത്, ക്ലാരിറ്റി ചെയ്യേണ്ടത് എൻ്റെ ചുമതലയായതുകൊണ്ട് ഇതൊരു വിവാദത്തിനല്ല, ആ ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ ഫേസ്ബുക്കിലിട്ടു. അതുമായി ബന്ധപ്പെട്ട് പല ചാനലുകളും ചോദിച്ചു. ഞാൻ ആ കാര്യമൊക്കെ അവരോട് വിശദീകരിച്ചു. ഇതൊരു വിവാദം വീണ്ടും ഉണ്ടാക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ ഒരു നല്ല പ്രവൃത്തിയെ ശ്രീമതി ടീച്ചർ നന്ദിയോടെ സ്മരിച്ചു, എന്നോട് നന്ദി പറഞ്ഞു, എനിക്ക് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ കേരളത്തിലെ ചിലർ ഞാൻ കേരളത്തിന് മാതൃകയായിട്ടാണത് പറഞ്ഞത്. ചാനൽ ചർച്ചയിൽ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന പല കാര്യങ്ങളിലുണ്ടാവും. അതെനിക്ക് വേണമെങ്കിൽ പറ്റില്ല ടീച്ചർ എന്ന് പറഞ്ഞാൽ എനിക്കിത് സുപ്രീം കോടതി വരെ പോകാമല്ലോ. എൻ്റെ കയ്യിൽ ഓൾ എവിഡൻസ് ആർ ദെയർ, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാനൊരു നല്ല സത്പ്രവൃത്തിയാണ് ചെയ്തത്. പക്ഷെ അതിനെയാണ് തെറ്റിദ്ധരിപ്പിച്ച് ചില ഹാൻഡിലുകൾ പ്രചരിപ്പിച്ചു. അല്ല, അരുൺകുമാറിന് അതിനകത്ത് റോളില്ല. മീഡിയേഷൻ നടത്തുന്നത് ഇവർ അങ്ങോട്ട് ആവശ്യപ്പെട്ടു, നമ്മളും ആവശ്യപ്പെട്ടു, തീർത്തു പൊക്കോട്ടെ എന്ന് വിചാരിച്ച മുഹമ്മദ് യൂസഫ് എന്ന് പറയുന്ന മീഡിയേറ്ററാണ്. ഒത്തുതീർപ്പ് വ്യവസ്ഥ നേരത്തെ ഉള്ളതല്ലേ. ഇറ്റ് വാസ് ഇൻ ദ JFCM കോർട്ട് കണ്ണൂർ. അങ്ങനെ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ താങ്കൾ വഴങ്ങുമ്പോൾ താങ്കളൊരു പൊളിറ്റീഷ്യൻ കൂടിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രചരണമൊക്കെ ഉണ്ടാകുമെന്ന് അറിയില്ല. അല്ലല്ല, ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പത്രക്കാരെ വിളിച്ചിട്ട് ആളുകളെ നിർത്തി ഇത് പറയണം എന്ന രീതിയിലല്ലല്ലോ. ഖേദം അഭിനയിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ലേ. ഇന്നലെ വീണ്ടും ടീച്ചർ പറഞ്ഞപ്പോൾ ടീച്ചറിൻ്റെ വല്ലാത്തൊരു മാനസിക വിഷമം ഉണ്ടായപ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് പത്രമാധ്യമ പ്രവർത്തകർക്ക് ഇത് മനസ്സിലാക്കണം, ഇതൊരു മാതൃകയാണ്. എന്തുകൊണ്ട് അങ്ങനെ അതിനെ ചിന്തിച്ചുകൂടെ? ഒരു ധാർമ്മികതയോടുകൂടി പറഞ്ഞതാണ് ഞാൻ. കേരള രാഷ്ട്രീയത്തിൽ ഒരു ധാർമ്മികതയോട് കൂടിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു മാതൃകാപരമായ ഒരു സമീപനമാണ് ഞാൻ സ്വീകരിച്ചത്. അതിനെ അങ്ങനെയാണ് കാണിക്കേണ്ടത്, അങ്ങനെയാണ് പറയേണ്ടത്. അത് പറയില്ല, അങ്ങനെ കാണിക്കില്ല. BJPയുടെ ആയതുകൊണ്ട് എങ്ങനെയും കാണിക്കാം എന്ന് ചിന്തിക്കണം. അവർ കാണിച്ചോട്ടെ, എനിക്ക് കുഴപ്പമില്ല. ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. എന്ത് പ്രചരണമാണ് ഇതിലെന്താ പ്രചരണം? രാഷ്ട്രീയത്തിൽ പ്രചരണങ്ങൾ സ്വാഭാവികമാണ്. മാങ്ങ ഉള്ളിടത്തല്ലേ കല്ലറികൾ, എന്തുവേണം പ്രചരിക്കട്ടെ. പക്ഷേ യാഥാർത്ഥ്യം ഇതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ കോടതി നിർദ്ദേശപ്രകാരമാണ് മാപ്പ് പറഞ്ഞത് എന്നാണല്ലോ പറഞ്ഞത്. ഇതാണ് നിങ്ങളുടെ മുമ്പിൽ ചെയ്യാൻ പറയുന്നത്. കോടതി അങ്ങനെ ഒരു നിർദ്ദേശവുമില്ല, കോടതിയിൽ അങ്ങനെ ഒരു കേസുമില്ല, കോടതിയിൽ അങ്ങനെ ആരും കേസ് നടത്തിയിട്ടുമില്ല. ഇനിയിപ്പോൾ എന്താ, ഇതെൻ്റെ ഇഷ്ടമാണ്, എൻ്റെ താല്പര്യം, എൻ്റെ ഇഷ്ടം മാതൃകാപരമായിട്ടുള്ളൊരു ഖേദമാണ്. ഈ സമൂഹ മാധ്യമത്തിലൂടെ വരുന്നത് അതിനെതിരെ എന്തെങ്കിലും ഓടിക്കുന്നുണ്ടോ? ഇതൊന്നും ഈ സമൂഹ മാധ്യമത്തിൽ കണ്ട അലവലാദികൾ പറയുന്നതിൻ്റെയൊക്കെ പിന്നാലെ നടക്കേണ്ട കാര്യം എന്താ? നത്തിങ് എൽസ്. ഞാൻ ടീച്ചർ എന്നോട് നന്ദിയും എനിക്ക് നല്ലതും വരട്ടെ എന്ന് പറഞ്ഞ് പോയതല്ലേ. അപ്പോൾ ഞാൻ ടീച്ചറോട് ഞാൻ വിളിച്ചിട്ടില്ല. ഞാനിതിനത്ര ഗൗരവമായിട്ട് കാണുന്നില്ല. കാരണം ഇത് രാഷ്ട്രീയമായി ഇതിനെ കാണുന്നത് മൂന്നാം തരം ആൾക്കാരാണ്. എൻ്റെ അടുത്തൊരു നിരവധി ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഗോപാലകൃഷ്ണൻ എടുത്ത സ്റ്റാൻഡിനെ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ഇറ്റ്സ് എ വെരി ഗുഡ് സ്റ്റാൻഡ് യു ഹാവ് ടേക്കൺ, ഇത് ബാക്കി എല്ലാവർക്കും മാതൃകയാണെന്ന് CPMൻ്റെ ഉള്ളിലുള്ള ആളുകൾ പറഞ്ഞു. ഞാനത് അവർ പറഞ്ഞതിന് എൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ല. മൈ സ്റ്റാൻഡ് ഈസ് വെരി ക്ലിയർ. ഇതൊരു മാതൃകാപരമായിട്ടുള്ള ഖേദമാണ്. ആ ഖേദം ടീച്ചർക്ക് ഉണ്ടായിട്ടുള്ള പെയിനിലാണ്, നോട്ട് ഫോർ എനി അതർ തിങ്. ഇറ്റ് ഈസ് ഓൺലി എ റിഗ്രറ്റ്, നോട്ട് അപ്പോളജി. അപ്പോളജി ആൻഡ് റിഗ്രറ്റ് ഈസ് ബോത്ത് ഡിഫറെൻറ്റ്. അത് മറ്റേ ആ മീഡിയേഷൻ്റെ എഗ്രിമെൻ്റ് ആർക്ക് പോയാലും കിട്ടുമല്ലോ. ഇറ്റ് ഈസ് റിഗ്രറ്റ്, നോട്ട് അപ്പോളജി. ഓക്കെ.